രാഹുലിന്റെ കാർ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ്. രാഹുൽ ഉപയോഗിച്ച ചുവന്ന കാർ ഉപയോഗിച്ചിരുന്നത് മുതിർന്ന കോൺഗ്രസ് നേതാവാണ് എന്നാണ് സൂചന. രാഹുലിനെ രക്ഷപ്പെടാൻ നേതാവ് സഹായം ചെയ്തോ എന്ന് അന്വേഷണ സംഘം പരിശോധിക്കുന്നു. രാഹുൽ തമിഴ്നാട് ഭാഗത്തേക്ക് പോകാനുള്ള സാധ്യത കണക്കാക്കിയാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. ഗോകുൽ വി എസ് പാലക്കാട്ട് നിന്ന് നമ്മളോടൊപ്പം വിവരങ്ങളുമായി ചേരുകയാണ്. ഗോകുൽ, ഇപ്പോൾ കുറച്ചു മുമ്പാണ് സി ചന്ദ്രൻ മാധ്യമങ്ങളെ കണ്ടത്. കാറുമായി തനിക്ക് ഒരു ബന്ധവുമില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം. നേരത്തെ ഗ്രൂപ്പ് യോഗമൊക്കെ ചേർന്നു എന്ന ആരോപണമുള്ള നേതാക്കളാണ് കൈയയച്ച് സഹായിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ. അതായത് കഴിഞ്ഞ ദിവസം തന്നെ ഒരു പാലക്കാട് ജില്ലയിലാകെ തന്നെ ഒരു അഭ്യൂഹം പരന്നിരുന്നു. രാഹുൽ രക്ഷപ്പെടാൻ ഉപയോഗിച്ച പോളോ കാർ സി ചന്ദ്രന്റെ വീട്ടിലുണ്ടായിരുന്നു എന്നുള്ളതാണ് ആ ഘട്ടത്തിൽ പറഞ്ഞ ഒരു അഭ്യൂഹം. അതേസമയം തന്നെ ഇന്ന് രാവിലെ BJPയുടെ ജില്ലാ അധ്യക്ഷൻ പ്രശാന്ത് ശിവൻ പറഞ്ഞു ഗ്രൂപ്പ് യോഗം നടന്ന വീട്. ഗ്രൂപ്പ് യോഗം നടന്ന വീട് എന്ന് പറയുന്നത് സി ചന്ദ്രന്റെ വീടാണ്. ആ ഗ്രൂപ്പ് യോഗം നടന്ന വീട്ടിലാണ് കാർ ഉണ്ടായിരുന്നത് എന്ന് സി ചന്ദ്രന്റെ പേര് പറയാതെ, പക്ഷേ സി ചന്ദ്രനാണെന്ന് കേൾക്കുന്നവർക്കൊക്കെ മനസ്സിലാവുന്ന രീതിയിൽ സി ചന്ദ്രനെതിരെ ഒരു ആരോപണം ഉന്നയിച്ചു. പക്ഷെ അദ്ദേഹം പറയുന്നത് തനിക്ക് ഈ കാറുമായി ഒരു ബന്ധവുമില്ല. താൻ പനി വന്നപ്പോൾ ഒരു ദിവസം രാഹുലിന്റെ കിയോ സെൽറ്റോസ് കാർ ഉപയോഗിച്ച് ആശുപത്രിയിൽ പോയിരുന്നു. അതല്ലാതെ മറ്റു വാഹനങ്ങളൊന്നും താൻ ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളതാണ് ഈ സി ചന്ദ്രൻ പറയുന്നത്. ഏതായാലും രാഹുലിന് പാലക്കാട് ജില്ലയിലെ കോൺഗ്രസ് നേതാക്കളിൽ നിന്ന് സഹായം കിട്ടുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഉയരുന്ന സംശയം. പല കോൺഗ്രസ് നേതാക്കളെയും അല്ലെങ്കിൽ രാഹുലുമായി അടുത്ത് നിൽക്കുന്ന യൂത്ത് കോൺഗ്രസ് നേതാക്കളും ഒക്കെ തന്നെ പോലീസിന്റെ നിരീക്ഷണത്തിലാണെന്നാണ് നമ്മൾ അറിയാൻ കഴിയുന്നത്. അവരെയും പോലീസ് നിരീക്ഷിക്കുന്നുണ്ട്. കാരണം പലർക്കും രാഹുൽ എവിടെയാണെന്നുള്ള വിവരം ഉണ്ട് എന്നുള്ളതാണ് പോലീസ് അനുമാനിക്കുന്നത്. അതിനെ തുടർന്നാണ് ഇവരെയൊക്കെ തന്നെ ഒരു നിരീക്ഷണ റഡാറിനുള്ളിൽ പെടുത്തിയിരിക്കുന്നത്. കാരണം രാഹുൽ പാലക്കാട് ജില്ലയിലില്ല എന്നുള്ളത് ഏകദേശം SIT ഉറപ്പിക്കുന്നു. അതിന് പുറത്തേക്ക് അദ്ദേഹം കൊഴിഞ്ഞാമ്പാറ റൂട്ടിലൂടെ ഏകദേശം പൊള്ളാച്ചിയിലേക്കും അവിടെ നിന്ന് കോയമ്പത്തൂരിലേക്കൊക്കെ പോയിട്ടുണ്ടെന്നുള്ളൊരു നിഗമനത്തിലാണ് നിലവിൽ ഇപ്പോൾ SIT ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഈ കോയമ്പത്തൂരും പൊള്ളാച്ചിയൊക്കെ കേന്ദ്രീകരിച്ച് കൂടുതൽ പരിശോധനകളും നിരീക്ഷണങ്ങളും ഒക്കെ പോലീസ് നടത്തുന്നത്. അവിടെ ഷാഡോ പോലീസിന്റെ ഒരു കോൺഗ്രസ് നേതാക്കളുടെ വീട്ടിൽ തന്നെ ഉണ്ടാകും എന്നുള്ളത് BJPയുടെ രാഷ്ട്രീയ ആരോപണമാണ്. ഈ കാറിന്റെ ഉടമസ്ഥത സംബന്ധിച്ചുള്ള ആരോപണങ്ങളോ? തീർച്ചയായും. അതായത് ഈ കാറിന്റെ ഉടമസ്ഥത സംബന്ധിച്ചൊരു നടിയുടെ പേരാണ് അല്ലെങ്കിൽ പറയുന്നത്. ഒരു നടിയുടെ കാറാണ്. ആ നടി പാലക്കാട് ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്യാനായി എത്തിയിട്ടുണ്ട്. അപ്പോൾ മുതലാണ് ഈ കാറ് പിന്നീട് ഇവിടെയായിരുന്നു ഉണ്ടായിരുന്നത്, പാലക്കാട് ജില്ലയിലായിരുന്നു ഉണ്ടായിരുന്നത്. അതുപയോഗിച്ചാണ് രാഹുൽ രക്ഷപ്പെട്ടത് എന്നുള്ളതാണ് നമ്മൾ ഈ കാറിന്റെ ഓണർഷിപ്പ് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പോലീസിൽ നിന്നും അന്വേഷിക്കുമ്പോൾ അവർ പങ്കുവയ്ക്കുന്ന വിവരങ്ങൾ. പക്ഷേ ഈ കാറ് എത്ര ദിവസം പാലക്കാട് ഉണ്ടായിരുന്നു തുടങ്ങിയ കാര്യങ്ങളിൽ ഒരു വ്യക്തതയില്ല. അത് എവിടെയായിരുന്നു സൂക്ഷിച്ചിരുന്നത്, ആ കാറിൽ രാഹുൽ എത്ര നേരം സഞ്ചരിച്ചു എന്നുള്ളത് അറിയില്ല. സ്വാഭാവികമായും ഇപ്പോൾ രാഹുൽ ആ കാർ ഉപയോഗിക്കാനുള്ള സാധ്യത കുറവാണ്. കാരണം ആ കാറിന്റെ നമ്പർ അടക്കമുള്ള എല്ലാ രേഖകളും എല്ലാ വിവരങ്ങളും പോലീസിനുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഘട്ടത്തിൽ ഒരുപക്ഷെ ആ കാർ രാഹുൽ ഉപയോഗിക്കണമെന്നില്ല. പക്ഷെ അങ്ങനെയാണെങ്കിൽ ആ കാർ എവിടെയാണ് മാറ്റിയത്, എവിടെയാണ് ഇപ്പോൾ ആ ചുവന്ന പോളോ കാർ ഉള്ളത് എന്നുള്ളതും ഇപ്പോഴും ഉത്തരം കിട്ടാത്തൊരു ചോദ്യമാണ്.